ഈ വീഡിയോയിൽ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആയിട്ടുള്ള പോളി അനിലീൻ ആൻഡ് പോളി അസറ്റിലീൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പോളി അനിലീൻ. പോളി അനിലീനെ പാനി PANI എന്നും കൂടി പറയുന്നു. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇനി പോളി അനിലീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. പോളി അനിലീൻ അതിലെ മോണോമർ എന്ന് പറയുന്നത് അനിലീൻ ആയിരിക്കും. ഈ അനിലീനെ എന്ത് ചെയ്യും, ഓക്സിഡൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, പോളി അനിലീൻ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അനിലീൻ എന്ന് പറയുന്ന മോണോമർ എന്ത് ചെയ്യുന്നു, ഓക്സിഡൻറ്റുമായിട്ട് ചേരുന്നു. പോളി അനിലീനിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൻ്റാണ് അമോണിയം പെർസൾഫേറ്റ്. ഇവിടെ നടക്കുന്ന പോളിമറൈസേഷനാണ് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. അനിലീൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഓക്സിഡൻറ്റുമായി ചേർന്ന് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടത്തി പോളി അനിലീൻ ആവുന്നു. ഇത് പോളിമർ ചെയിനാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് പോളി അനിലീൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പോളി അനിലീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ആ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ 3 ഡിഫറെൻറ്റ് കളറാണ്. അതിൻ്റെ ഫീച്ചറും എന്താണെന്ന് നോക്കണം. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൂക്കോ എമറാൾഡൈൻ എന്ന് പറയും. അതിലെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അത് ടോട്ടലി റെഡ്യൂസ്ഡ് ഫോമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് പെർണി ഗ്രാ അനിലീൻ. അത് വയലറ്റാണ് കളർ, ടോട്ടലി ഓക്സിഡൈസ്ഡ് ഫോമാണ്. മൂന്നാമത്തെയാണ് എമറാൾഡൈൻ ബേസ്. പോളി അനിലീൻ്റെ തന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഫോമാണ് എമറാൾഡീൻ ബേസ്. അത് ബ്ലൂ കളറാണ്, ഹാഫ് ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ ഹാഫ് റിഡ്യൂസ്ഡ് ഫോമാണ്. അപ്പോൾ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് പോളി അനിലീനുള്ളത്: ലൂക്കോ എമറാൾഡൈൻ, പെർണിഗ്രാ അനിലീൻ ആൻഡ് എമറാൾഡൈൻ ബേസ്. അതിൻ്റെ കളറ് വൈറ്റ്, വയലറ്റ്, ബ്ലൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. പോളി അനിലീൻ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് പോളിമറാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടക്റ്റിംഗ് പോളിമറിലെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കണ്ടക്റ്റിംഗ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ കോൺജുഗേറ്റഡും ഉണ്ട്, ഡോപ്പിംഗ് പോളിമറും ഉണ്ട്. അപ്പോൾ പോളി അനിലീനിലും ഒരു കോൺജുഗേറ്റഡ് പൈ ബോണ്ട് സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഈസി ഇലക്ട്രോൺ മൊബിലിറ്റി പോളി അനിലീനിലെ ത്രൂ ഔട്ട് ഇതൊരു കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ മൊബിലിറ്റി, ഈസി ഇലക്ട്രോൺ മൊബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് കണ്ടക്റ്റീവായിട്ട് മാറുന്നത്. അതായത് നോർമൽ കണ്ടക്റ്റിംഗ് പോളിമറിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അതിൽ കോൺജുഗേറ്റഡ് പൈ ബോണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഡോപ്പിംഗ്, ഇതിൻ്റെ ഡോപ്പിംഗ് പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കണ്ടക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഡോപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ പോളി അനിലീൻ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമായ എമറാൾഡൈൻ ബേസ്, 3 ഫോം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ എമറാൾഡൈൻ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഡോപ്പിംഗ് പ്രോസസ്സിൽ. കാരണം അതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം. അപ്പോൾ പോളി അനിലീനെ നമ്മൾ പാർഷ്യൽ ഓക്സിഡേഷൻ വഴി എന്ത് ചെയ്യും, എമറാൾഡൈൻ ബേസ് എന്ന് പറയുന്ന ഹൈലി സ്റ്റേബിൾ ഫോം കിട്ടും. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഈ എമറാൾഡൈൻ ബേസിനെയാണ് നമ്മൾ ഡോപ്പിംഗ് ചെയ്യുക. ഡോപ്പിംഗ് അഥവാ പ്രോട്ടോണേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ H+ അയോൺസ് ആഡ് ചെയ്യുകയാണ് എന്ന് ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എമറാൾഡൈൻ ബേസിൽ ഡോപ്പിംഗ് നടത്തി നമ്മൾ എമറാൾഡൈൻ സാൾട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ എമറാൾഡൈൻ സാൾട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതാണ് കണ്ടക്ഷൻ മെക്കാനിസം ഓഫ് പോളി അനിലീൻ അഥവാ പാനി. ഇനി നമുക്ക് പോളി അനിലീൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പഠിക്കാനായിട്ട് സ്കോൾഡ് ഇങ്ങനൊരു കോഡ് ഓർത്തിരുന്നാൽ മതി. ഇത് ഇപ്പോൾ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് സ്കോൾഡിൽ ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് എ സിന്തറ്റിക് മെറ്റൽ. ഇതൊരു സിന്തറ്റിക് മെറ്റലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, 3 തരത്തിലുള്ള ബേസും പിന്നെ ഒരു സാൾട്ട് ഫോം ഉണ്ടെന്ന് പറഞ്ഞു. ലൂക്കോ എമറാൾഡൈൻ ആണെങ്കിൽ എന്ത് കളറായിരിക്കും, വൈറ്റ് കളറായിരിക്കും. പി എന്ത് കളറാണ്,
വയലറ്റ് കളറാണ്. EB എമറാൾഡൈൻ ബേസ്, അത് ബ്ലൂ കളറാണ്. ദെൻ എമറാൾഡൈൻ സാൾട്ട്, അത് ഗ്രീൻ കളറാണ്. സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ബയോ സെൻസേഴ്സിലാണ്. ഇത്രയും കളർ ഫോം ഉള്ളതുകൊണ്ട് പാനി ബയോ സെൻസേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, O for ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ, ദെൻ ഡോപ്പിംഗ്. ഇതാണ് 5 പ്രോപ്പർട്ടീസ്. അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഇതൊരു കണ്ടക്റ്റിംഗ് പോളിമർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എല്ലാം സാധാ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് അപ്ലൈ ചെയ്യുന്നത് പോലെ PCB, അതുപോലെ തന്നെ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെയുള്ള അപ്ലിക്കേഷൻസ് തന്നെയാണ് പോളി അനിലീനും വരിക. ഇനി രണ്ടാമത്തതാണ് എന്ത്? പോളി അസറ്റിലീൻ. അപ്പോൾ പോളി അസറ്റിലീനിലും ഒരു മോണോമർ ഉണ്ട്. അതായിരിക്കും അസറ്റിലിൻ എന്നാണ് മോണോമർ പറയുന്ന പേര്. അപ്പോൾ പോളി അസറ്റിലിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ അസറ്റിലിൻ മോണോമറിനെ സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്, ഈ സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റും അസറ്റിലിൻ മോണോമറും കൂട്ടിച്ചേർത്താണ് എന്ത്? പോളി അസറ്റിലിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പോളി അസറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോളി അസറ്റിലിൻ കൺസിസ്റ്റ് ഓഫ് എ ലോങ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് വിത്ത് ആൾട്ടർനേറ്റിംഗ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് ബിറ്റ്വീൻ ദം ഈച്ച് വിത്ത് ഹൈഡ്രജൻ ആറ്റം. നമുക്കറിയാം പോളിമറിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഉണ്ടാവുക. ഇവിടെ ഈ കാർബണിൻ്റെ സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ആൾട്ടർനേറ്റിംഗ് ആയിട്ടായിരിക്കും വരിക. ഇനി ഇതിൻ്റെ ഡോപ്പിംഗ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡോപ്പിംഗ് മെക്കാനിസം നമുക്കറിയാം 2 തരത്തിലുണ്ട്, P ഡോപ്പിങ്ങും N ഡോപ്പിങ്ങും. P ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡോപ്പിംഗ്, അതായത് ഓക്സിഡേഷനാണ് നടത്തുക. അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ലോസ് ആവും. അങ്ങനെ പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്നു, അതാണ് P ഡോപ്പിംഗ്. ഈ പോളി അസറ്റൈലിൻ്റെ കേസിൽ P ഡോപ്പിങ്ങിന് നമ്മളൊരു ലൂയിസ് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. FeCl3 ആണത്. അങ്ങനെ പോളി അസറ്റിലിനും FeCl3യും കൂടി ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ലോസ് ആവുന്നു. അങ്ങനെ അത് ഡോപ്പിംഗ് അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ആവുന്നു. അതാണ് P ഡോപ്പിംഗ്. പോളി അസറ്റിലിൻ്റെ കേസിൽ P ഡോപ്പിംഗ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോളി അസറ്റിലിനെ N ഡോപ്പിങ്ങും ചെയ്യാം. P ഡോപ്പിംഗ് പോസിറ്റീവ് ഡോപ്പിംഗ് ആണെങ്കിൽ N ഡോപ്പിംഗ് എന്താണ്? നെഗറ്റീവ് ഡോപ്പിംഗ് ആണ്. N ഡോപ്പിങ്ങിന് നമ്മൾ റിഡക്ഷൻ ആണ് ഉപയോഗിക്കുക. P ഡോപ്പിങ്ങിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ N ഡോപ്പിങ്ങിൽ റിഡക്ഷൻ. ഇവിടെ ലൂയിസ് ബേസ് ഉപയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തായിരിക്കും? പോളി അസറ്റിലിൻ പ്ലസ് ലൂയിസ് ബേസ് അത് റിഡക്ഷൻ നടത്തി എന്ത് ചെയ്യും? നെഗറ്റീവ് ഡോപ്പിംഗ് ചെയ്യുന്നു. അതാണ് പോളി അസറ്റിലിൻ്റെ N ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൂയിസ് ബേസ് N ഡോപ്പിങ്ങിൽ നാഫ്തൈൽ അമൈനാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പോളി അനിലീനായാലും പോളി അസറ്റിലീനായാലും അതിൻ്റെ സിന്തസിസും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ അപ്ലിക്കേഷൻ സാധാ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്.